ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷനൊക്കെ വീട്ടിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റിയൊരു വെൽക്കം ഡ്രിങ്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഞാൻ യൂട്യൂബിൽ പരതിയപ്പോൾ ആരും അങ്ങനെ ചെയ്ത് നോക്കിയതായിട്ട് കണ്ടിട്ടില്ല, അറിയില്ല ഇനി ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്ന്. എന്തായാലും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ നമുക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് തരില്ലേ, അപ്പോൾ സീഡ്ലെസ് മുന്തിരി, പച്ചമുന്തിരി ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ചിലവർക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം എനിക്കിതുപോലെ മുന്തിരി കിട്ടിയപ്പോഴത്തേക്കും അത് വെറുതെ എന്ത് ചെയ്യും, ആരും കഴിക്കണമില്ല, ഞാൻ തന്നെ കഴിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. വെറുതെ ഇത് വേസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ അടിപൊളി ഡ്രിങ്കായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ സാധാരണ ഉപ്പൊക്കെ ഇട്ട് കഴുകണ പോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മറ്റേ സീഡ്ലെസ് ബ്ലാക്ക് മുന്തിരിയും കൂടെ പിന്നെ എടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയാണ്. ഇതെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പച്ച മുന്തിരിയും അടിപൊളിയാണ്. അപ്പം നമ്മൾ സാധാരണ ഇത് ബോയിൽ ചെയ്യണ പോലെ, മുന്തിരി ബോയിൽ ചെയ്യില്ല, അതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേണ്. അതായത് മുന്തിരിയുടെ മേലെ വെള്ളം വരുന്ന വിധത്തിൽ വെള്ളം എടുക്കുക. കുറച്ചധികം എടുത്തൊന്നും ഓർത്തും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയോ ആവശ്യമുള്ളപ്പോൾ അടിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അന്നത്തെ ദിവസം 2 ദിവസമായിട്ട് നിറച്ച് വിരുന്നുകാരും ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമായി പോയിട്ടാണ് വരുന്നിരിക്കുമ്പോഴത്തേക്ക് അടിച്ചു കൊടുക്കാനായിട്ട്, പെട്ടെന്ന് അടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതൊരാഴ്ച വരെ നമ്മളുടെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ ഈ തിളപ്പിച്ചത് ഈ ഒരു വെള്ളം കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇടേണ്ട കാര്യമില്ല. പച്ചമുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു, അതുകൊണ്ടാണ് നല്ല മധുരമായിരുന്നു ഈ വെള്ളത്തിന് തന്നെ. അപ്പം പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ ഈ വെള്ളം കുറേ അങ്ങോട്ട് വെള്ളം എടുത്തിട്ടാണ് കുടിച്ചത് കേട്ടോ. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുത്താലും മതി, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ കറുത്ത മുന്തിരി, സീഡ്ലെസ് മുന്തിരി പലരും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലേ. പച്ച മുന്തിരി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ സാധാരണ അടിക്കുന്നത് പോലെ കുറച്ച് എടുത്തിട്ട് അല്പം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിച്ചാലും മതി, ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം കൂടാതെ അല്പം പച്ചവെള്ളം വേറെ മിക്സ് ചെയ്ത് നിർത്തും, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് അടിച്ചെടുക്കുമ്പം കൊടുത്തവരൊക്കെ ഇതിനകത്ത് പാല് ചേർത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. നല്ല പതഞ്ഞ് പാല് ചേർത്ത പോലെ നല്ല ടേസ്റ്റ് എന്ന് പറയാനില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അതിന് വിരുന്നുകാർ വരുമ്പോൾ മുന്തിരി കൊണ്ടുവന്ന് തന്നിട്ട് ഇത് ചെയ്ത് നോക്കണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 മുന്തിരിയും കൂടെ മിക്സ് ചെയ്ത് മേടിച്ചോ. കറുത്ത മുന്തിരി കുറച്ചായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതലായാലും കുഴപ്പമില്ല. 2ഉം കൂടെ മിക്സ് ചെയ്ത്, ഒരു കളറ് വേണ്ടി മാത്രമാണ് കറുത്ത മുന്തിരി എടുത്തത് കേട്ടോ. അപ്പം 2ഉം കൂടെ മിക്സ് ചെയ്ത് അടിച്ച് നോക്കാം. നല്ല അടിപൊളി ഡ്രിങ്കായിരിക്കും, സൂപ്പറായിരിക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോയിൽ ചെയ്ത മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മറ്റേ സീഡുള്ള മുന്തിരി സീഡ് കളഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെടുത്ത് വെച്ചെന്നോർത്ത് കഴിച്ചു പോകുമെന്നോ ടേസ്റ്റ് കുറയുമെന്നോ ഒരു പേടിയും വേണ്ട, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഒരുപാട് സമയം എടുത്ത് വെച്ചാൽ പത ചിലപ്പോൾ കുറയായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്